ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് അടുക്കള. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം നമ്മൾ അരിയൊക്കെ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെന്തായാലും അരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടിയൊക്കെ കാണുമല്ലോ, അത് വെച്ച് എങ്ങനെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായ അപ്പം ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. നമുക്ക് അരി അരച്ചുണ്ടാക്കുന്ന പോലെ തന്നെ അതേ ടെക്സ്ചറിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കിനി 1 കപ്പ് ഇടിയപ്പപ്പൊടി ചേർത്ത് കൊടുക്കാം. അര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. വേവിച്ച ചോറ് 1/4 കപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഡയറക്റ്റ് ചേർത്തത്. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, കാരണം ഇത് ഒരുപാട് ലൂസായി പോവും. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. മാവ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് 8 മുതൽ 9 മണിക്കൂർ വരെ ഇത് മാവൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കണം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് അത്രയും നേരം വെക്കുന്നുണ്ട്. ഇപ്പോൾ ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ഇതിൻ്റെ പകുതി സമയം മതിയാവും, കാരണം ഈസ്റ്റൊക്കെ ചേർത്തേക്കുന്നതല്ലേ. അപ്പോൾ നമുക്കിനി അത് കഴിഞ്ഞിട്ട് കാണാം. ഞാനിതിപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് പൊങ്ങി വന്നിട്ട് അപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി മാവേ അരച്ചെടുത്തിട്ടുള്ളൂ. 1 കപ്പ് അളവിലാണ് ഞാൻ പൊടി എടുത്തേക്കുന്നത്. അതിൽ കൂടുതൽ വേണമെങ്കിൽ ഈ ക്വാണ്ടിറ്റി എല്ലാം ഒന്ന് ഡബിൾ ചെയ്ത് എടുത്താൽ മതി. ഇനി ഇത് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അപ്പച്ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇത് വേകാനായിട്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ അപ്പച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ബാക്കി മാവിൽ കൂടി അപ്പം ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് അപ്പമാണ്. അപ്പമെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ അരി അരച്ചിട്ട് ഉണ്ടാക്കുന്ന അതേ ആ ടെക്സ്ചറിലുള്ള അപ്പം തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴും കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.